അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പുട്ടൊക്കെ ബാക്കി വന്നാലേ അടുത്ത ദിവസം ചൂടാക്കി തിന്നുന്നത് തന്നെയാണല്ലോ അല്ലേ നമ്മുടെ പെണ്ണുങ്ങളെ പതിവ്. എന്നാൽ വേണ്ട കേട്ടോ, അടുത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആക്കിയിട്ട് നമുക്ക് ഇതിനൊന്ന് മാറ്റിയാലോ. സംഭവം പൊളിയാണ് കേട്ടോ, മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു അടിപൊളി റെസിപ്പി. അതും നമ്മുടെ ബാക്കി വന്ന പുട്ടും പിന്നെ ഉണക്കച്ചെമ്മീനും. ഉണക്കച്ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും പെർഫെക്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നല്ല, ഇനിയിപ്പോൾ വൈകുന്നേരം ചായൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിച്ചോളൂ. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ചൂടായി കിടക്കുന്ന പാനിലോട്ടേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, 1 ടീസ്പൂൺ. ഇനി ഒലിവ് ഓയിൽ അല്ലെങ്കിലും വെളിച്ചെണ്ണ എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോഴും ഒലിവ് ഓയിലാണ് എടുത്തത്. അത് ചൂടായതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം വറ്റൽമുളക് പൊടിച്ചത് അങ്ങനെ എടുക്കുക കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെ കണ്ടു നോക്കിയൊക്കെ എങ്ങനെ വറ്റൽമുളക് പൊടിച്ചെടുക്കുക എന്നുള്ളത്. 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂണ് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി, വെള്ളുള്ളി, അതേപോലെ മഞ്ഞൾ, നമ്മുടെ പച്ചമഞ്ഞൾ ഉണ്ടല്ലോ, അത് ചെറിയ രീതിക്കൊന്ന് ചതച്ചെടുത്തതാണ്. ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാണ് എടുത്തത്. ഇഞ്ചി ആണെങ്കിലും മഞ്ഞളാണെങ്കിലും അതേപോലെ വെള്ളുള്ളി ഒരല്ലി മാത്രമേ എടുത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വലിയുള്ളി വേണം. ഒരു വലിയുള്ളിയാണ് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പെല്ലാം നോക്കി കണ്ട് ചേർത്താൽ മതി കേട്ടോ, കാരണം ഉണക്കച്ചെമ്മീനിൽ ഉപ്പ് വരുന്നുണ്ട്, അതേപോലെ പുട്ടിലും വരുന്നുണ്ട്. അപ്പം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ഒരു 1/4 കപ്പ് അത്ര മതി കേട്ടോ. അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ വേണം അങ്ങനെ എടുത്തോളൂ, പക്ഷേ ഇതന്നെ ഒരു പുട്ടിനേക്ക് തന്നെ ധാരാളമാണ്. അതേപോലെ നമുക്ക് പച്ചച്ചീര വേണം, അതും കുറച്ചാണ് എടുത്തത്, ഒരു 1/4 കപ്പ് അത്ര മതി. അതും കൂടെ അതിൽ ചേർത്തിട്ടൊന്ന് വഴറ്റിക്ക് എടുക്കാം. ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാട്ടോ ചീരയും കൂടെ ഇട്ടത്. പക്ഷേ ചീരയും കൂടെ ഇട്ടപ്പോൾ എന്ത് ടേസ്റ്റ് അറിയാം, ഒരു രക്ഷയില്ല. അപ്പോഴേ പുട്ടും കൂടെ നമുക്ക് എടുക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു പുട്ട്. അപ്പോഴത് ഒന്നേ ഉള്ളായിരുന്നു ബാക്കിയുള്ളത്. അതിങ്ങനെ കൈ കൊണ്ട് പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും പുട്ടൊക്കെ ബാക്കി വന്നാൽ അടുത്ത ദിവസം അത് ചൂടാക്കി കഴിക്കുമ്പോൾ എന്തോ ഒരു പോലെ അല്ലേ. സത്യത്തിൽ എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. ഞാൻ ഇതേപോലെ എന്തെങ്കിലും കൽക്കുലത്താക്കിയിട്ടൊക്കെയാണ് കഴിക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ചെമ്മീനും പുട്ടും കോമ്പോ ഉണ്ടല്ലോ, രക്ഷയില്ല. ഈ ഇങ്ങനത്തെ ഉണക്കച്ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടുക, എല്ലാത്തവർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. എന്നിട്ടിത് നമുക്ക് ശരിക്കും ഒന്ന് മിക്സാക്കാം. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് പുട്ട് ബാക്കി വരണമെന്നൊന്നുമില്ല കേട്ടോ. പുട്ട് ഇതിനായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ, 2 3 എണ്ണം. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ലപ്പാ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനത്തെ വെറൈറ്റി ആയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഹരം തന്നെ അല്ലേ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ശരിക്കും ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട്. മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇത് നമുക്ക് അങ്ങനെ സെർവ് ചെയ്യാം. ഇത് കഴിക്കുന്ന സമയത്തെ പൊട്ടുകടലിൻ്റെ ആ ഒരു കടിക്കാൻ കിട്ടലും ചെമ്മീനും അതേപോലെ തന്നെ ആ ഒരു ഇഞ്ചിൻ്റെ ഫ്ലേവറും മഞ്ഞളുടെ ഫ്ലേവറൊക്കെ എന്ത് ടേസ്റ്റ് അറിയാം. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഡിന്നറിനാണെങ്കിലോ ഇനി ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഇത് പെർഫെക്റ്റ് തന്നെയാണ് കേട്ടോ. കാണാൻ എന്തൊരു മൊഞ്ചാണല്ലേ. ശരിക്കും ആ ഒരു മഞ്ഞ കളറുണ്ടല്ലോ, പച്ചമഞ്ഞൾ ഇട്ടിട്ടാണ് കേട്ടോ അത്ര മഞ്ഞായിട്ട് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ പച്ചമഞ്ഞളൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ വാങ്ങാനൊക്കെ കിട്ടും. അത് വാങ്ങി വെച്ചിട്ട് ഇതേപോലെ കറിയിലേക്കോ അങ്ങനത്തേലൊക്കെ ഇട്ടോളൂ, ഭയങ്കര രസമാണ്. ഇപ്പോൾ പച്ചമഞ്ഞളായിട്ട് കുത്തുന്ന ഫ്ലേവർ വരും, അങ്ങനത്തെ ഒരു ചിന്തയെ വേണ്ട കേട്ടോ. സൂപ്പറായിരിക്കും, ഹെൽത്തി അല്ലേ. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ വയറ്റിലേക്ക് ഇങ്ങനത്തെ ഒക്കെ എത്തുകയാണെങ്കിലും അതും സൂപ്പറായിരിക്കും. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. മീൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും പിന്നെ ഇതുണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പറയും കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊരു ഹരം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ പുട്ടൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ വിടരുത് കേട്ടോ. അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അൽക്കുലത്താക്കി മാറ്റുമ്പോഴാണല്ലോ അല്ലേ അതിനൊരു ഹരമുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.